ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സമയം. ആ സമയത്തിന് നല്ല രീതിക്ക് മാനേജ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സമയത്തെ വേസ്റ്റ് ആക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് വഴിക്ക് വലിയ വലിയ സമയനഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആക്കുമ്പോഴാണ് സമയം വേസ്റ്റായി പോണേന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മളൊരു ടാപ്പ് ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് തിരിച്ച് വെള്ളം അങ്ങനെ ഓരോ തുള്ളിയായിട്ട് പോകും. കാണുമ്പോൾ ഓരോ തുള്ളിയല്ലേ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷേ അതൊരു പാത്രം വെച്ച് നമ്മളൊന്ന് പിടിക്കുകയാണെങ്കിൽ ആ തുള്ളികളെല്ലാം കൂടി ചേർന്ന് ഒരുപാട് വെള്ളമാവില്ലേ. ഇതുപോലെ തന്നെയാണ് ടൈമിൻ്റെ കാര്യം. ചെറുതായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അതിങ്ങനെ ഒരുപാട് നമ്മൾ കൂട്ടി നോക്കുമ്പോഴാവും മനസ്സിലാവുക എത്ര സമയം നമ്മൾ വേസ്റ്റ് ആക്കിയെന്ന്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഹാബിറ്റ്സ് ചിലത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരുപാട് സമയം നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടയേർഡ് ആയിട്ടുള്ളൊരു ഫീലാണ് തോന്നുന്നത്. കാരണം പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റി എങ്ങനെ നമുക്ക് പുതിയ കുറേ ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ ടിപ്സിലൂടെ പറയുന്നത്. ആദ്യത്തേത് ഫോൺ ഓവറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോണിൽ അലാറം അടിച്ചിട്ടായിരിക്കും എഴുന്നേൽക്കുക. അതിനുശേഷം ആ ഫോൺ പിന്നെ നമ്മൾ നോക്കി അതിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയുള്ള അക്കൗണ്ട്സൊക്കെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യും. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നോ, വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജസ് വന്നോ, ഇതെല്ലാം നമ്മളിങ്ങനെ നോക്കി അതെല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ രാവിലത്തെ ശരിക്കും പറഞ്ഞാൽ എനർജി നഷ്ടപ്പെട്ടു പോകാൻ ചെയ്യണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് നമ്മൾ എഴുന്നേറ്റ പാടെ തന്നെ ഇങ്ങനെ കാണാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എഴുന്നേറ്റ പാടെ ഫോൺ എടുക്കാതെ അത് മാറ്റി വെച്ചിട്ട് എഴുന്നേറ്റ് റെഡി ആയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഫോൺ ഞാൻ നോക്കാറുണ്ട് എൻ്റെ ഫോൺ രാവിലെ തന്നെ. പക്ഷേ ഒരു ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഫോണിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജസ് അങ്ങനത്തെയൊക്കെ വന്നിട്ടുള്ളതാണ് ആദ്യം നോക്കുക. നമ്മൾ വേറെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ അപ്പോൾ നോക്കാതിരുന്ന സമയം പോണതേ അറിയില്ല. കാരണം അത്രയും രസമാണ് അതിൻ്റെ ഉള്ളിൽ നോക്കിയിരുന്ന നേരം പോണതേ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാറുള്ളത് രാവിലത്തെ എൻ്റെ കുറച്ച് നേരം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ഞാനത് മാറ്റി വെച്ചിട്ട് പണികളെല്ലാം അടുക്കളയിലത്തെ തീർന്ന് ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫോണൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെല്ലാം ഒരു ടൈം വെച്ചിട്ട് നോക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോൺ നോക്കും. ആ നേരത്ത് ഞാൻ വേറെ പണികളിലോട്ടൊന്നും പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സ് ടൈം വെച്ചിട്ട് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരങ്ങളിലായിട്ടാണ് ഞാൻ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാറ് കൂടുതലും. ഇടയിൽ ചിലപ്പോൾ വല്ല അത്യാവശ്യം വന്ന് നോക്കും, അതല്ല പറയണേ. ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് അത് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓവറായിട്ട് ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പം, നമ്മളിത് ഓരോ തവണയും ചെറിയൊരു കാര്യം നോക്കാനാവും. ചിലപ്പോൾ സമയം നോക്കാനാവും എടുക്കണത്. പക്ഷേ സമയം നോക്കുന്നത് ഒഴിച്ച് ബാക്കി നമ്മൾ വേറെ കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നേരം പോണതേ അറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അങ്ങോട്ട് തീരില്ല. അപ്പോൾ അത് തീരണമെങ്കിൽ ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചാൽ തന്നെയാണ് നമ്മുടെ പണി വേഗം തീരുക. അപ്പോൾ പണി പെട്ടെന്ന് തന്നെ തീരുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് ടൈമും കിട്ടും. രണ്ടാമത്തെ ഒരു വലിയ പ്രോബ്ലമാണ് ഇത്. എനിക്ക് പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നമാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വന്നാൽ നമ്മൾ നോ പറയില്ല. അത് വേഗം യെസ് പറയും, വേഗം ചെയ്യാമെന്ന്. അത് ചിലപ്പോൾ ജോലി സ്ഥലത്തെ കാര്യങ്ങളാവാം, വീട്ടിലെ കാര്യങ്ങളാവാം, മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴാവാം. പക്ഷേ നമുക്ക് ഒരുപാട് പണി നമ്മുടെയും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇതിനും കൂടിയിട്ട് യെസ് പറയും, പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ. അങ്ങനെ അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഉത്തരവാദിത്തമായി ആ കാര്യം നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ചെയ്യാനും പറ്റില്ലാന്ന് വരും സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കത് വിഷമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും റിക്വസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കുക. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയാം. അതിനുശേഷം പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രം യെസ് പറയുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ടൊരു വിഷമത്തിന് ഇടവരുകയും ചെയ്യും. ആ ഒരു പണി ചിലപ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ലെങ്കിൽ അത് നമുക്കും ഒരു കുറ്റബോധം പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് യെസ് പറയുന്നതിന് മുൻപ് 4 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ യെസ് പറയാം. നമ്മുടെ സമയമാണ്, നമ്മളാണ് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെ പോകണമെന്ന്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടം നോക്കിയിട്ട് എല്ലാത്തിനും യെസ് പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഭാവിയിൽ അത് ദോഷം ചെയ്യുക. മൂന്നാമത്തെ ഒരു പ്രോബ്ലം, ഇത് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് ടൈപ്പ് വീഡിയോസ് ഇങ്ങനെ കാണും. ക്രാഫ്റ്റ് വീഡിയോസ് ആവാം, റുട്ടീൻ വീഡിയോസ് ആവാം, അങ്ങനെ യൂസ്ഫുള്ളായ വീഡിയോസൊക്കെ തന്നെയാവും കാണുന്നത്. പക്ഷെ ഇത് കാണൽ മാത്രമേ നടക്കുന്നുള്ളൂ. നമ്മുടെ ഭാഗത്തിൽ നിന്ന് അത് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ഒന്നും ചെയ്യില്ല. ഒരു റുട്ടീൻ കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ ടിപ്പ് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണതൊക്കെ കണ്ടു, നല്ലതാണെങ്കിൽ അത് കണ്ട് നമ്മൾ ആ കമൻറ്റൊക്കെ അടിച്ചാൽ സൂപ്പറായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നല്ലാതെ അതിൽ കണ്ട ഒരു കാര്യം പോലും നമ്മളൊന്ന് ട്രൈ ചെയ്യണില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മടിയാണ്. നമുക്ക് ആ കാണുന്നത് മാത്രമാണ് ഇഷ്ടമുള്ളൂ വെറുതെ. അല്ലെങ്കിൽ മോട്ടിവേഷണൽ ടോക്കുകൾ കേൾക്കാനേ ഇഷ്ടമുള്ളൂ. അതൊന്ന് അപ്ലൈ ചെയ്യാൻ ലൈഫിൽ നമുക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ടിപ്സ് പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ടു നല്ല ടിപ്സ് എന്ന് പറയും. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു അർത്ഥമില്ല. നമ്മൾ വെറുതെ കുറേ കണ്ടൻറ്റ് കണ്ടു എന്നല്ലാതെ അതിൽ നിന്ന് നമുക്ക് ഒന്നും ഉപകാരം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുന്ന കണ്ടൻറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ളത് കാണുകയും അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയും ചെറിയൊരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റുമ്പോഴാണ് ആ സമയം നമുക്ക് വാല്യൂബിൾ ആവുള്ളൂ. ഇല്ലെങ്കിൽ ഈ കണ്ടൻറ്റ് കാണുന്നത് വെറും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് മാറും. എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് കാണുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ, തമാശകളൊക്കെ കാണുമ്പോൾ, അതെല്ലാം ഉദ്ദേശിച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ട്രൈ ചെയ്യാനും കൂടിയിട്ട് നോക്കുക.
അപ്പോൾ നമ്മൾ ഈ മോട്ടിവേഷൻ കണ്ടൻറ്റുകളല്ല ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും വാവ് നമ്മൾ നല്ല കണ്ടൻറ്റൊക്കെ കണ്ടു, നല്ല എനർജി കിട്ടിയെന്നൊക്കെ തോന്നുമെങ്കിലും നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ആ എനർജി വെറുതെ മനസ്സിൽ തോന്നിയത് മാത്രമേ ഉള്ളൂ, അത് പ്രവൃത്തിയിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അത് ട്രൈ ചെയ്യാനും കൂടിയിട്ട് ചെയ്യുക. ചെറിയൊരു ക്രാഫ്റ്റ് കണ്ടാലും നമ്മൾ മുൻപ് ക്രാഫ്റ്റ് ചെയ്തിരുന്നവരാവും, ഞാനടക്കം അങ്ങനെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ പൊതുവേ മടിയാണ്, അത് ചെയ്യാനൊന്നും തോന്നുന്നില്ല. അത് കാണും, ആ നന്നായി തോന്നും, അത് സ്കിപ്പ് അടിച്ച് കളയും, അത്രയേ ഉള്ളൂ. നാലാമത്തെ ഒരു പ്രോബ്ലം, ഇതെനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് പലർക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂഡ് സ്വിങ്സ് ഉള്ളവരാണ്. മൂഡ് സ്വിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വിചാരിക്കും നല്ല എനർജറ്റിക് ആയുള്ള ദിവസം ഈ ഒരു പണി ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതിങ്ങനെ മാറ്റി 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 വയ്ക്കും. ആ ഒരു ദിവസം എന്താ വരാമെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അപ്പോൾ ചേട്ടനോട് പറയും, നീ ആ ഒരു ദിവസം നോക്കിയിരിക്കുന്നതിൽ നല്ലത് ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യം കുറച്ച് നേരമെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ അന്നത്തെ എൻ്റെ എനർജി വരുന്ന ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ അത് ഒരിക്കലും നടക്കില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ദിവസം അത്രയും ഫുൾ എനർജറ്റിക് ആയിട്ട് കിട്ടുമെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി കാത്തിരുന്ന് നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് മാറ്റി വെക്കുമ്പോൾ അപ്പോഴും നമ്മുടെ സമയം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്, സ്ട്രെസ്സ് കൂടുകയും ചെയ്യും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറുതായിട്ടെങ്കിലും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ എഫേർട്ട് എടുക്കുക. നമുക്ക് എന്താ പറയുക, ഇൻട്രസ്റ്റോ എനർജിയോ സന്തോഷമോ ഒന്നും ഇല്ലാണ്ടിരുന്നോട്ടെ, എന്നാലും ചെറിയൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ അതെന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് അതിന് വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മോട്ടിവേഷൻ വരും, നമ്മൾ നന്നായി ചെയ്യും. നമ്മൾ അത് ഒന്നും ചെയ്യാതാവുമ്പോൾ അത് വലിയൊരു ടാസ്ക് ആയിട്ട് മാറും. അഞ്ചാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ഡിസിഷൻസ് എടുക്കാൻ ഒരുപാട് സമയം വേസ്റ്റ് ആക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ അടുത്ത ദിവസം എന്ത് ഭക്ഷണം വെക്കണം എന്നുള്ളത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് തീരുമാനം എടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാതെ അന്നത്തെ ദിവസം രാവിലെ നിന്നിട്ടായിരിക്കും ആലോചിക്കുക. അത് ആലോചിച്ച് കൂട്ടി ഒരു പ്ലാനും ഇല്ലാതെ പിന്നെ ഫുൾ ടെൻഷനായിരിക്കും, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാനും പറ്റില്ല. ചെറിയൊരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമുള്ളൂ, തലേദിവസം ചെറിയൊരു ആലോചന ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ചെറിയ ഡിസിഷൻസ് നമ്മൾ പെട്ടെന്ന് തന്നെ പ്രോപ്പറായിട്ട് എടുക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ആക്കണതിൽ അർത്ഥമില്ല. അപ്പോൾ നാളെ എന്ത് ഡ്രസ്സ് നമ്മൾ ഇടണം ഓഫീസിലേക്ക്, അങ്ങനെയുള്ളൊരു ചെറിയൊരു കാര്യത്തിന് ഒരുപാട് സമയം എടുത്ത് മുഴുവൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് നിൽക്കാതെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പ്രോപ്പറായിട്ട് എടുത്ത് അത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഒരുപാട് ചിന്തിച്ച് ഇങ്ങനെ കൂട്ടുമ്പോഴില്ലേ നമുക്ക് മനസ്സിനും ഭയങ്കര ലോഡാണ്, നമുക്ക് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യും ഇങ്ങനെ ഒരുപാട് തീരുമാനം എടുക്കാൻ ടൈം എടുക്കുമ്പോൾ. അപ്പോൾ നമ്മളെപ്പോഴും നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും. ഭക്ഷണം പ്ലാൻ ചെയ്യണേലായാലും ഡ്രസ്സിങ് പ്ലാൻ ചെയ്യണേലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാനിങ് ചെയ്യായാലും അത് നമ്മൾ സിമ്പിളായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രാജുവലി പഠിക്കുക. അപ്പോൾ നമ്മുടെ സമയം സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ സ്ഥിരമായി കഴിയുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് ആവാണ്. മാത്രമല്ല സമയം പോകണം നമുക്ക് അറിയാനും പറ്റില്ല, കാരണം വളരെ ചാറി ഇങ്ങനെ സമയം പോകുന്നൊരു ഇതാണ്. അതുകൊണ്ട് ആ ഒരു സമയത്തെ വേസ്റ്റ് ആക്കാതെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡേ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മൾ എടുക്കുക, അത് ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യുക, അതൊരു മാസം ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്കതൊരു ഹാബിറ്റായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം മാറ്റാൻ മതി. അങ്ങനെ ഓരോ മാസങ്ങളിലായിട്ട് ഓരോ ഹാബിറ്റ്സ് ആയിട്ട് പുതിയത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. അപ്പം അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഈ ഒരു 2026 ദിവസങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഈ ഒരു സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.